വെട്ടത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിങ്ങൾക്ക് കണ്ടെത്താനാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് നിങ്ങളുടെ വീട്ടിനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാ ദിവസവും അല്പസമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗവും കുറയും, അസ്വാസ്ഥ്യങ്ങളും വ്യാകുല വിചാരങ്ങളും എല്ലാം കുറയും. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. കുഞ്ഞിൻ്റെ പ്രസൻസ് അതൊരു തെറാപ്പിയാണ്. മേ ബി ദ ബെസ്റ്റ് തെറാപ്പി പോസിബിൾ. ടൈം വിത്ത് കിഡ്സ്. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതരായ സ്നേഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടാവുമല്ലോ, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുക. പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ പിരിമുറുക്കത്താൽ പിരിയിളകി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വീണ്ടും ജീവിതത്തിൻ്റെ ഊഷ്മളതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക ഭാവങ്ങൾക്ക് സാധിക്കും. ശരിക്കു പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന ഏറ്റവും പ്രചോദനാത്മക ഗ്രന്ഥത്തിൻ്റെ പേരാണ് കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പേജും മറിച്ച് ഓരോരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയും, വിഡ്ഢിത്തം കാട്ടാതിരിക്കുക. കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാനല്ല, കുഞ്ഞിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് കുഞ്ഞെന്ന പാഠപുസ്തകം ഞാൻ അയച്ചു തന്നത്. ആ പാഠപുസ്തകം എന്താ തുറക്കാത്തത്? തുറക്കുക. ആ കുഞ്ഞെന്ന പാഠപുസ്തകം തുറന്ന് ഓരോ താളിലും എഴുതിയിരിക്കുന്ന ഓരോരോ പാഠങ്ങൾ പഠിച്ചെടുക്കുക. ജീവിതം നന്നാവും. കർത്താവ് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒരു സൂഫി സന്യാസി ഈശോയെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു സന്യാസിയോട് ചോദിച്ചു, ഈശോ അങ്ങനെ പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്നത് കുഞ്ഞുങ്ങളാണെന്ന്, അതിൻ്റെ പൊരുളെന്താണ്? അപ്പോൾ മറ്റേ സന്യാസി വ്യക്തമാക്കി കൊടുത്തു, കുഞ്ഞുങ്ങൾ അങ്ങകലെയുള്ള സ്വർഗം കാത്തിരിക്കുന്നവരോടൊപ്പം തന്നെ ഇവിടെ സ്വർഗം തീർക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ക്രിയേറ്റ് ഹെവൻ ഹിയർ ആൻഡ് നൗ. ഇവിടെ അവർ സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലുന്നിടത്തൊക്കെ സ്വർഗം ഉണ്ടാക്കുന്നവരുടെ പേരാണ് കുഞ്ഞുങ്ങൾ. ഇനി ഇപ്പോഴും ആ ശിശു സഹജമായ നിഷ്കളങ്കത വിട്ടുമാറാത്തവർ എവിടെ പോയാലും സ്വർഗം ഉണ്ടാവും. കൂടുതൽ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ആൾക്ക് മൂഡ് ഓഫും സങ്കടവും വെറുപ്പും വിദ്വേഷമാണെങ്കിൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ചങ്ങാതി, അകത്തെ കുഞ്ഞ് അകാല വാർദ്ധക്യം ബാധിച്ച് മരിച്ചു എന്നാണ്. ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ ശിശുസഹജമായ പാപങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആളുകൾ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ആരുടെ അടുത്തേക്ക് വന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെയും മാറാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതല്ലേ? അത്ര വളരാൻ എത്ര ചെറുതാകണം? അപ്പോൾ ചെറുതാകുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുന്നതല്ലാണ്. ഈ കുട്ടിക്കാലം മുതൽ വലുതാകണം എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഒരുപാട് വലുതാകുന്നത്? നിങ്ങളിനി ചെറുതാകുന്നതിനെ കുറിച്ച് പഠിച്ചു നോക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്നും പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ആദ്യത്തെ താളം മറിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പാഠം നിങ്ങൾ കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വസിക്കുന്നവർ വേറെ ആരുമില്ല. നിങ്ങളുടെ പണ്ടത്തെ കാലം ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തുമാത്രം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു? കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ദൈവമാണെല്ലാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാമായിട്ട് പലതുമുണ്ട്. നിങ്ങളുടെ ബുദ്ധിയൊക്കെ നിങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാസ്തികനായ നിരീശ്വരവാദിയായ ഒരാൾ മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഗാഡ് ഈസ് നോവെയർ. ദൈവം എങ്ങുമില്ല. കുഞ്ഞ് അക്ഷരം കൂട്ടിവായിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞടുത്തേക്ക് വന്നു, എന്നിട്ട് ഇങ്ങനെ വായിച്ചെടുത്തു, ഗാഡ് ഈസ് നൗ ഹിയർ. ഗാഡ് ഈസ് നോ വെയർ എന്നെഴുതിയത് കുഞ്ഞിൻ്റെ ദൃഷ്ടിയിൽ ഗാഡ് ഈസ് നൗ ഹിയർ. ദൈവം എങ്ങുമില്ല. കുഞ്ഞു വായിച്ചത് ദൈവം ഇവിടെയുണ്ട്, ഇപ്പോൾ ഇവിടെയുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ നാട്ടുവഴികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് കുർബാന കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും ഈശോയെ സ്നേഹിച്ചതുകൊണ്ട്. വാവാ യേശുനാഥ് എന്നൊക്കെ പാടിയപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ കുഞ്ഞില്ലാത്തതുകൊണ്ട് ഒന്നിനും ഒരാനന്ദ അവസ്ഥകളില്ല. ഒരിടത്തും യഥാർത്ഥ ഹാപ്പിനെസ് കിട്ടുന്നില്ല.
ഇനി ഹാപ്പിനെസ് തന്നെ, ഹാപ്പ് എന്ന പദം ആക്സിഡൻ്റലായിട്ട് വന്നു ചേരുന്നതിനെ സൂചിപ്പിക്കാനാണ്. അതായത് ദാ വന്ന് ദേ പോയി, ഇതാണ് നമ്മുടെ ഹാപ്പിനെസ്. പക്ഷേ കുഞ്ഞുങ്ങൾക്കുള്ള ആനന്ദാവസ്ഥകളോ അതൊരിക്കലും മാറാത്തതാണ്. എവിടെ ചെന്നാലും ഒരു കരച്ചിലിനൊടുവിൽ അവർ പുഞ്ചിരിക്കുന്നുണ്ട്. ഒരു ദുഃഖത്തിൻ വെയിൽ ആറുമൻ മനസ്സിൽ നിന്ന് ഒരു പൂ വിരിയുന്നു, പേരിടാൻ അറിയില്ല. കവിത കുറിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ പൂവിരിയൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ദുഃഖമൊക്കെ ഉണ്ടാകാം, പക്ഷെ അപ്പോഴവർ പുഞ്ചിരിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ദൈവം എപ്പോഴും താങ്ങും എന്നുള്ള വിശ്വാസം. വികാരിയച്ഛൻ എല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്ത ഞായറാഴ്ച എല്ലാവരും വിശാലമായ ഗ്രൗണ്ടിൽ വരണം. മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, മഴ പെയ്യും. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു, മഴ പെയ്യും, എല്ലാവരും വരണം പ്രാർത്ഥിക്കാൻ വേണ്ടി. എല്ലാവരും ഗ്രൗണ്ടിലേക്ക് നിശ്ചിത സമയത്തെത്തി. ഒരു കുഞ്ഞ് മാത്രം കുടയും കൊണ്ടുവന്നു. ആ കുഞ്ഞിന് മാത്രമേ വിശ്വാസമുള്ളൂ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന്. ആ കുടയും ഏന്തി നിൽക്കുന്ന കുഞ്ഞിൻ്റെ മാലാക കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുക. സ്വർഗത്തിലേക്കുള്ള നീളുന്ന വഴികൾ നിങ്ങൾക്കവിടെ കണ്ടെത്താൻ പറ്റും. ഇതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് ആലോചിച്ച് നോക്കുക. ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു. ഓരോരുത്തരായിട്ട് സേഫ്റ്റി വർക്കേഴ്സ് രക്ഷിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മാത്രം ഏറ്റവും മുകളിലത്തെ നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചുറ്റിലും ഇരുട്ടാണ്, ചുറ്റിലും വല്ലാത്ത അവസ്ഥകളാണ്. ഈ തീ കത്തിക്കാറുന്നുണ്ടെങ്കിലും കുഞ്ഞ് ഇരുട്ട് ലോകത്തെന്ന മട്ടിലാണ്. കുഞ്ഞിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. താഴേക്ക് ചാടുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ചാടാൻ പറ്റുന്നില്ല. അവസാനം ജോലിക്ക് പോയിരുന്ന അപ്പൻ പാഞ്ഞ് സ്ഥലത്തെത്തി. അയാൾ എത്തിയ പാട് തന്നെ പറഞ്ഞു, മോനെ ഇത് ഞാനാണ് നിൻ്റെ അപ്പൻ, ചാടിക്കോ. കുഞ്ഞിന് കാണാൻ വയ്യ അപ്പനെ, പക്ഷേ അപ്പൻ്റെ സ്വരം കുഞ്ഞിന് തിരിച്ചറിയാം. ചാടി സേഫായിട്ട് സേഫ്റ്റി നെറ്റിലേക്ക് കുഞ്ഞ് വന്ന് വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സോരൻ കിർക്കെഗാഡ് എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഓൺലി എ ചൈൽഡ് ക്യാൻ ഡു ദാറ്റ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ചാടെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടുമായിരുന്നു. കാരണം നമുക്കറിയാം അപ്പൻ്റെ കയ്യിലേക്കാണ് ചാടുന്നതെന്ന്. ഈ കുഞ്ഞുങ്ങളെ അപ്പന്മാരും അമ്മമാരൊക്കെ എടുത്ത് എറിയുന്ന കണ്ടിട്ടില്ലേ? അതൊരു കളിയാണ്. കുഞ്ഞിനിങ്ങനെ എടുത്തു എറിയുമ്പോൾ കുഞ്ഞുങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയാണ്. അവർക്ക് പേടിയില്ല, കാരണം സേഫായിട്ട് അപ്പൻ്റെ കയ്യിലേക്ക് വീണ്ടും വന്ന് വീഴും, വീണ്ടും എടുത്തെറിയും, വീണ്ടും വന്ന് വീഴും. ആൻഡ് ദേ വെർ ക്വൈറ്റ് ഷുവർ ദാറ്റ് ദേ വെർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. ആ ഷുവർട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നിന്നും വിശ്വാസത്തിൻ്റെ പാഠങ്ങളൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ച് നോക്കുക. രണ്ടാമത്തെ താളിൽ നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പാഠമാണ്. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, മമ്മ അടുത്ത വീട്ടിലെ ആൻറ്റി എന്താണിപ്പോൾ ഒന്നും മിണ്ടാത്തത്, ചിരിക്കുന്നില്ല? പണ്ട് പാടുമായിരുന്നു, പാട്ടൊന്നുമില്ല, പുഞ്ചിരിക്കുന്ന പോലുമില്ല, എന്തു പറ്റി? അപ്പം മമ്മി മറുപടി പറഞ്ഞു, മോളെ യു ഡോണ്ട് നോ, ഹർ സൺ ഡൈഡ്. അവരുടെ മകൻ ആക്സിഡൻറ്റ് മരിച്ചുപോയി. ആൻഡ് ഷീ ഈസ് ഹാർട്ട് ബ്രോക്കൺ. അവരുടെ ഹൃദയം മുറിഞ്ഞു പോയി മോളെ, മകനല്ലേ മരിച്ചു പോയത്. കുഞ്ഞതെല്ലാം കേട്ടു, എന്തൊക്കെ ആലോചിച്ചു. പിറ്റേ ദിവസം നാണത്തോടു കൂടി എന്തോ ഒന്നിങ്ങനെ പിന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് ആൻറ്റിയുടെ വീട്ടുവാതിൽക്ക് വന്ന് മുട്ടി വിളിക്കുകയാണ്. ആൻറ്റി വാതിൽ തുറന്നു, പാട്ടൊഴിഞ്ഞ പാട്ടുപെട്ടി പോലെ സങ്കടപ്പെട്ട്. അവരുടെ നേരെ ഒരു ബാൻഡേഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, മമ്മ ടോൾഡ് മീ ദാറ്റ് യു ആർ ഹാർട്ട് ബ്രോക്കൺ, ദിസ് വിൽ ഹെൽപ്പ്. അമ്മ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞെന്ന്. ഹൃദയം വെച്ച് കെട്ടാൻ വേണ്ടി ബാൻഡേഡായിട്ട് വന്നിരിക്കുകയാണ്. അവർ പൊട്ടിച്ചിരിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ ചിരിക്കുന്നത്. പൊട്ടിച്ചിരിക്കൊടുവിൽ അവർ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഈ കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവമായിട്ടാണ് നിന്നെ അയച്ചത്. അവർ ആ ബാൻഡേഡ് ഫ്രെയിം ചെയ്ത് പാർലറിൽ തന്നെ തൂക്കി വെച്ചു. ആരെങ്കിലും വരുമ്പോൾ അവരോടൊക്കെ പറയും, എൻ്റെ ഹൃദയം മുറിഞ്ഞ ഹൃദയം കെട്ടിവെക്കാൻ വേണ്ടി ദൈവം ഒരു മാലാഖയുടെ കയ്യിൽ കൊടുത്തുവിട്ട ബാൻഡേഡാണ് ഇത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ സ്നേഹം ഇതാണ്. പണ്ടത്തെ പുലിയായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വീട്ടുകാർ ചുറ്റിൽ നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മത്സരിച്ച് അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ പേരക്കുട്ടി, ഇതുവരെ ഒന്നും മിണ്ടാതിരുന്ന പേരക്കുട്ടി ഓടി അയാളുടെ അടുത്തെത്തി. അയാളുടെ മടി കയറിയിരുന്നു, വിളറിയ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ ഒന്ന് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, പപ്പ ഐ ലവ് യു. ആ മനുഷ്യന് മുഖം കിട്ടുന്ന അപ്പോഴാണ്. അയാൾക്ക് നഷ്ടപ്പെട്ട ആകാശം കിട്ടുന്ന അപ്പോഴാണ്. അയാൾക്ക് നഷ്ടമായി പോയ തൂവലുകളും ചിറകുകളും ഒക്കെ കിട്ടുന്ന അപ്പോഴാണ്. ഒരാൾ അടുത്ത് വന്നൊന്ന് സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന്
അയാളായി മാറുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അവർ നിബന്ധനകളില്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പപ്പാഞ്ഞിക്കളി നടക്കുന്ന ഒരാൾ ഒരുപാട് പേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത അവസാനം തളർന്ന് തരിപ്പണമായിട്ട് അയാൾ ബെഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഓടിച്ചു ചെന്നിട്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അയാൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തില്ലേ, നിങ്ങൾക്കാരും ഗിഫ്റ്റ് തന്നില്ലല്ലോ, ഇത് എൻ്റെ ഗിഫ്റ്റ്. ഒരു ചെറിയ കഷ്ണം ബ്രെഡാണ്. പക്ഷെ അയാൾ ആ ബ്രെഡ് കയ്യിലെടുത്ത് പൊട്ടിക്കരഞ്ഞു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പപ്പാഞ്ഞികളി കളിച്ച് നടക്കുന്നതിനിടയിൽ അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആരും അയാളോട് ചോദിച്ചിട്ടുമില്ല ഭക്ഷണം വേണോ എന്ന്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ അവസ്ഥകൾ. മനുഷ്യരുടെ ഉള്ളിലുള്ള നൊമ്പരം കാണാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റും. അവരുടെ കരച്ചിലുകൾ മനസ്സിലാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. അവരുടെ അലച്ചിലുകൾ മനസ്സിലാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്കേ പറ്റൂ. ആ കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ കുഞ്ഞിന് എന്തു പറ്റി? കുഞ്ഞിൽ നിന്നും സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചെടുക്കുക. മൂന്നാമതായിട്ട് നേരിൻ്റെ പാഠങ്ങൾ. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുമ്പോഴാണ് അവർ നുണ പറയാൻ പഠിക്കുന്നത്. ശരിയല്ലേ? കുഞ്ഞുങ്ങൾ ബേസിക്കലി നുണ പറയുന്നവരല്ല, നുണ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ്. അങ്ങനെ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും കള്ളത്തരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കുഞ്ഞിനോട് പറഞ്ഞതാ, എൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിയ പൈസ തിരികെ മേടിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, അതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ അടിയിൽ മറിഞ്ഞിരിക്കാൻ പോവാണ്. അയാൾ വരുമ്പോൾ നീ പറയണം ഡാഡി ഇവിടെ ഇല്ല. അയാൾ വന്ന് വാതിൽക്ക് മുട്ടി കുഞ്ഞ് കാണാപ്പടം പഠിച്ചത് പറയുകയാണ്, കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന ഡാഡി ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതാണ് കുഞ്ഞുങ്ങളുടെ സത്യസന്ധത എന്ന് പറയുന്നത്. അവർക്ക് കള്ളത്തരം എന്ന് പറയുന്നത് അറിയും. നമ്മളാണ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പഠിപ്പിക്കുക. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് ഉറക്കാൻ വേണ്ടി അമ്മ പാട്ട് പാടുകയാണ്. ഒന്നിന് പറയുക ഒന്നായിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് ഉറക്കം വരുന്നില്ല. അവസാനം കുഞ്ഞ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഒച്ച വെക്കാതിരിക്കുക. ഇതാണ് കുഞ്ഞുങ്ങളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവരുടെ സത്യസന്ധതയുടെ വെട്ടത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മളൊക്കെ സഞ്ചരിക്കണം. കുഞ്ഞുങ്ങളെ പോലെ ആകാൻ പഠിച്ചെടുക്കണം. നമ്മുടെയൊക്കെ ഫോർമേഷനിൽ ഓരോ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ കക്കാനും പൊക്കാനും മുക്കാനും നക്കാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഒരാൾ ഓഫീസിൽ നിന്ന് ക്രുദ്ധനായി ദേഷ്യത്തോട്ട് വന്നിരിക്കുകയാണ്. മകനോട് പറഞ്ഞു, എടാ നീ എന്തൊക്കെ കട്ടെന്ന് കേട്ടല്ല, ക്ലാസ്സിൽ നിന്ന് എന്താണ്ടൊക്കെ എന്താണ് നീ കട്ടെടുത്തത്? ആഗോളായിട്ട് കുറച്ച് പെൻസിൽ കട്ടെടുത്ത്. അപ്പോൾ ഇയാൾ പറയുകയാണ്, എടാ ആവശ്യത്തിലധികം പേന ഞാൻ ഓഫീസിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നില്ല, പിന്നെ എന്തിനാടാ വൃത്തികെട്ടവനെ പെൻസിൽ കട്ടെടുക്കുന്നത്? നമ്മുടെ ഫോർമേഷൻ പോലും ഇങ്ങനെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കള്ളന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിൻ്റെ ഫോർമേറ്റേഴ്സാണ് നമ്മളൊക്കെ. അപ്പോൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. അടുത്ത പാഠം നാച്ചുറാലിറ്റിയുടെ പാഠം, നൈസർഗികതയുടെ പാഠം. കുഞ്ഞുങ്ങൾ എന്ത് നാച്ചുറലാണ്, നമ്മൾ എന്തൊരു ആർട്ടിഫിഷ്യലാണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ വരും. നമ്മളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. നോക്കിൽ ആർട്ടിഫിഷ്യാലിറ്റി, വാക്കിൽ ആർട്ടിഫിഷ്യാലിറ്റി, മൊത്തം പ്ലാസ്റ്റിക്കാണ്. ചിരി പോലും പ്ലാസ്റ്റിക് ചിരിയാണ്. മൊത്തം പ്ലാസ്റ്റിക് മനുഷ്യരെ നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അങ്ങനെയാണോ? അവർക്ക് ആടയാഭരണങ്ങളൊന്നുമില്ല. അവർ നഗ്നതയിൽ അങ്ങനെ അവരായിട്ട് ജീവിക്കുകയാണ്. മമ്മിയും ഡാഡിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസ്റ്റുമായിട്ട്. അപ്പോൾ അകത്തുനിന്ന് ആൺകുഞ്ഞ് തുണിയൊന്നുമില്ലാതെ അവരുടെ ഇടയിലേക്ക് വന്നു. മമ്മിക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് ഇൻസൾട്ടായി. അയ്യേ ബേബി, വാട്ട് ഈസ് ഇറ്റ്? എന്താണ് കുഞ്ഞെ, പോയി എന്തെങ്കിലും ഇട്ടിട്ടോ? കുഞ്ഞകത്ത് പോയിട്ട് ചെരുപ്പിട്ടിട്ട് വന്നു. അതാണ് കുഞ്ഞിൻ്റെ നൈസർഗികത എന്ന് പറയുന്നത്. ഈ നൈസർഗികത ആഭരണമാക്കി മേൽവസ്ത്രമാക്കി നടന്നിരുന്ന കുഞ്ഞുങ്ങളുടെ വഴിയിലേക്ക് ഒന്ന് സഞ്ചരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ശ്രമിച്ചു നോക്കുക. നമ്മൾ എന്തിനു ഇത്രയും നുണ പറയുന്നത്? ആരുടെയൊക്കെ പ്രീതി നേടാൻ വേണ്ടി, ആരുടെയൊക്കെയോ അംഗീകാരം നേടാൻ വേണ്ടി, ജീവിതത്തിൽ ഉയരാൻ വേണ്ടി ഒന്നിനു പുറം ഒന്നായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, സ്നേഹമില്ലെങ്കിലും സ്നേഹമാണെന്ന് പറയും, അടുപ്പമില്ലെങ്കിലും അടുപ്പമാണെന്ന് പറയും, അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. മൊത്തം നമ്മളിങ്ങനെ ആക്ടേഴ്സാണ്. ഇങ്ങനെ ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞു തരും. ഒരു കുഞ്ഞ് ഓസ്കർ അവാർഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ, അപ്പൻ്റെയും അമ്മയുടെയും കൂടെ. അപ്പോൾ കുഞ്ഞ് പറയുകയാണേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആക്ടിങ്ങിനുള്ള അവാർഡ് നമ്മുടെ പപ്പക്കാണ് കൊടുക്കേണ്ടത്. എന്ത് ബെസ്റ്റായിട്ടാണ് മമ്മിയെ പപ്പ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടേണ്ട ആൾ തൊട്ടടുത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ സത്യം
പറഞ്ഞു തരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് പ്രത്യാശയുടെ പാഠം കുഞ്ഞുങ്ങളെപ്പോലെ വേറെ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? കടക്കിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഒരാൾ ഇരുളിൻ്റെ മറപറ്റി ഇരുള് പോലെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അയാൾ നടന്നു പോകുന്നത്. പുറത്തു പോയി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ ആരും പിന്നിൽ നിന്ന് വലിക്കുന്നു. ഒരു പിൻവലി, ഒരു പിൻവിളി. നോക്കുമ്പോൾ എന്താണ്? മുട്ടിലിഴയുന്ന കുഞ്ഞ് ഉറക്കത്തിൽ പാതി ഉറക്കം വിട്ട് ഇയാളുടെ കാൽക്കൽ വന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടത്ത് പോലും കുഞ്ഞിൻ്റെ മുഖത്തൊരു വെട്ടമുണ്ട്. അയാൾ ആ കുഞ്ഞിനെ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഇത്രക്ക് വെട്ടം അകത്തുള്ളപ്പോൾ പുറത്ത് ഏത് ഇരുട്ടിലേക്കാണ് ഞാൻ എന്നെ തന്നെ എടുത്തെറിഞ്ഞ് കളയുക? അയാളിന് ജീവിതത്തിലേക്ക് വരും. കുഞ്ഞുങ്ങൾ പ്രത്യാശയുടെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ പാഠശാലയിലേക്ക് പോവുക. കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന പാഠമൊക്കെ ഉൾക്കൊള്ളുക. നിങ്ങൾ ഓക്കെ ആവും. ഒരു മനുഷ്യൻ കടലോരത്ത് വന്നിരിക്കുകയാണ്. കടലോര കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതല്ല, മരിക്കണം. മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അയാൾ. ആ കടലോരത്തെ ആൾക്കൂട്ടം ഒഴിയുമ്പോൾ, ആരവം ഒഴിയുമ്പോൾ കടലിൽ ചാടി ചാകണം, അത്രയുള്ള ആഗ്രഹം. അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടം തെറ്റിപ്പോയ ഒരു പെൺകുട്ടി ആള് മാറി ഇയാളുടെ അടുത്ത് വന്ന് തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, ഏയ് ലുക്ക് അപ്പ് ദേർ, ദർ ഇസ് ദിസ് റെയിൻബോ. ഇത് മുകളിലേക്ക് നോക്കി, അവിടെ ഒരു റെയിൻബോ, മഴവില്ലുണ്ട്. അയാൾ പെട്ടെന്ന് മുഖം ഉയർത്തി, ശരിയാണ്, മഴവില്ലുണ്ട്. ഘനീഭവിച്ച കരിമേഘത്തിനിടയിൽ മഴവില്ലുണ്ട്. പ്രളയകാലത്തിന് ശേഷം ദൈവം മഴവില്ല് തെളിച്ചിട്ടുണ്ട്. അയാൾ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരും. ഏത് പ്രളയകാലത്തിന് ശേഷവും ദൈവം ഒരു മഴവില്ല് വിരിയിച്ചെടുക്കും എന്ന ചിന്തയോടുകൂടി അയാൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പ്രായോഗിക നിർദ്ദേശങ്ങൾ. വല്ലാതെ നിങ്ങൾ സങ്കടപ്പെടുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക. ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കുഞ്ഞിൻ്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ കുഞ്ഞിൻ്റെ ചിരി കാണുക, കുഞ്ഞിൻ്റെ സംസാര രീതി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ആ കുഞ്ഞിൻ്റെ ചിരി കലർന്ന മുഖം, അതിൻ്റെ സംസാര രീതികൾ, നിങ്ങളൊരു 5-10 മിനിറ്റ് ആ കുഞ്ഞിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സങ്കടം കുറയും. കുറച്ചും കൂടി കഴിയുമ്പോൾ ആ സങ്കടം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അതൊന്നാമത്തെ ഒരു എക്സർസൈസ്. 2, അല്പസമയം കുഞ്ഞുങ്ങളുടെ ഒപ്പം ചിലവഴിക്കുക. കുഞ്ഞുങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ TV ചാനൽ എങ്കിലും നിങ്ങളൊന്ന് പ്രവേശിക്കുക. അവരുടെ ആ ഒരു രസം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ വഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുക. മൂന്നാമതായിട്ട്, നിങ്ങൾ ജീവിതകാലത്തിലുടനീളം കുട്ടിത്തം മാറ്റി ശിശുത്വം കൊണ്ടുവരിക. രണ്ടും രണ്ടാണ്. കുട്ടിത്വം എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ്നെസ്സാണ്. കുട്ടിത്തത്തിൻ്റെ പിട്ടിപ്പാശി, ഭയങ്കര ആർത്തി, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, പൊട്ടിത്തെറി, പൊട്ടിക്കരച്ചിൽ, അത് കുട്ടിത്തം. അത് മാറ്റി ശിശുത്വം കൊണ്ടുവരിക. അതായത് തുറവി, സ്നേഹം, കരുണ, ആർദ്രത, അതൊരു ശീലമാക്കി മാറ്റുക. ശിശുത്വത്തിൻ്റെ വഴിയാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി എന്ന് തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, കുഞ്ഞിനെ പോലെ ഒന്ന് ചിരിക്കുക. ഈ ടോക്ക് കേട്ടതിന് ശേഷവും ഒന്ന് ചിരിക്കുക, ആത്മാർത്ഥത്തോടൊന്ന് ചിരിക്കുക. ദുഃഖം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് ചിരിക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ ജീവിതത്തിലേക്കൊന്ന് പിച്ച വെക്കുക. പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർത്തെടുക്കുക. ഓർമ്മകൾ നല്ലതാണ്. നല്ല യാത്ര നേരുന്നു.